നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ സിഹിർ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നവരാണ്. വാട്സപ്പിലൂടെയും കമന്റിലൂടെയൊക്കെ ധാരാളം അങ്ങനെയുള്ള മെസ്സേജുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് സിഹിർ സംഭവിച്ചിട്ടുണ്ടോ? എൻ്റെ ശരീരത്തിൽ ഏറ്റിട്ടുള്ളതായ സിഹിർ അല്ലെങ്കിൽ ഐന്, കണ്ണേർ, അത് നീങ്ങിപ്പോകാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ഏറ്റവും പ്രയോജനകരമായ ഒരു 4 മാർഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ പഠിക്കുകയാണ്. അള്ളാഹു പഠിക്കാനും പകർത്താനും റിസൾട്ട് നേടിയെടുക്കാനും തൗഫീഖ് തരട്ടെ. ഏതാണ് എങ്ങനെയാണെന്നറിയാൻ മജ്ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന മുസ്തഫാ മാ ബഅദ്. അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷം, സമാധാനം നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, പ്രയാസങ്ങളെ മാറ്റട്ടെ. സാഹചര്യങ്ങളുടെ സിഹറിൽ നിന്ന്, ആയിനികളുടെ അയിനിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, സിഹിർ ബാത്തിലാക്കാനുള്ള, സിഹിറിൽ നിന്ന് രക്ഷ ലഭിക്കാനുള്ള ഒരു 4 മാർഗങ്ങളാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ചെയ്യാൻ കഴിയുന്ന, സ്വയം ചെയ്യാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മന്ത്രിച്ചു കൊടുക്കാനും മറ്റൊക്കെ കഴിയുന്ന, സിഹിറിൽ നിന്നും കണ്ണറിൽ നിന്നും നമുക്ക് മോചനം ലഭിക്കാൻ ഏറെ പ്രയോജനകരമായ ഒരു 4 ടിപ്സുകളാണ് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സിഹിർ, കണ്ണേർ, പല ആളുകൾക്കും അത് വിശ്വാസം ഉണ്ടാകണം എന്നില്ല. വിശ്വാസമില്ലാത്ത പല ആളുകളും അനുഭവത്തിൽ വരുമ്പോൾ വിശ്വസിക്കാറുമുണ്ട്. വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അൽ ഐനു ഹക്കുൻ, കണ്ണേർ സത്യമാണ്. അതുപോലെ ഒരുപാട് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ സിഹിറിന്റെ ഗൗരവവും സിഹിറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. എത്രത്തോളം എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ സിഹിർ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. പരിശുദ്ധമായ ഹദീസിൽ നമുക്കതൊക്കെ കാണാൻ കഴിയും. അപ്പൊ സിഹിർ എന്നുള്ളതും കണ്ണേർ എന്നുള്ളതും നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചിട്ടില്ലെങ്കിലും അത് സത്യമാണ്. ചില ആളുകൾക്ക് അതിൽ വിശ്വാസമുണ്ടാകും, ചില ആളുകൾ എനിക്കത് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നുണ്ടാകും. അതിനുള്ള ആത്മീയ പരിഹാര മാർഗം എന്താണ് എന്ന് അന്വേഷിക്കുന്നവരുണ്ടാകും. എന്നാൽ ചില ആളുകൾക്ക് യാതൊരു വിശ്വാസവും ഉണ്ടാവില്ല. വിശ്വസിക്കാത്ത പല ആളുകളും പിന്നീട് അനുഭവത്തിൽ വരുമ്പോൾ വിശ്വസിച്ച സംഭവങ്ങളും നമ്മുടെ മുന്നിലുണ്ട്. കാരണം എത്ര ഡോക്ടർമാരെടുത്ത് പോയാലും, എത്ര വൈദ്യന്മാരെടുത്ത് പോയാലും, എത്ര ചികിത്സിച്ചാലും, എത്ര ടെസ്റ്റ് നടത്തിയാലും യാതൊരു കുഴപ്പമില്ല, പക്ഷേ എൻ്റെ പ്രയാസങ്ങൾ മാറുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ജീവിതത്തിലേക്ക്, നമ്മുടെ അനുഭവങ്ങളിലേക്ക് വരുമ്പോൾ വിശ്വസിക്കാത്തവരും വിശ്വസിക്കുമെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സിഹിർ എന്നുള്ളത് ഈ പിശാച് സേവ ചെയ്യുന്ന ആളുകൾ പിശാചിനെ സന്തോഷിപ്പിച്ച്, പിശാചിന്റെ പ്രീതി നേടിയെടുത്ത്, പിശാചിന്റെ സഹായത്തോടെ ചില ഷറുകൾ ഉണ്ടാക്കുന്നതാണ്. സിഹിറിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ വേർപിരിക്കാനുള്ള ക്രിയ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മെ തളർത്തി കളയുന്ന, സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നമ്മെ ബുദ്ധിമുട്ടിക്കുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തുന്ന സിഹിർ, കണ്ണേർ, ഇത് നമുക്ക് ബാധിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഇത് ബാധിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇതിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സ്വയം ചെയ്യാനുള്ള ആത്മീയ പരിഹാര മാർഗങ്ങൾ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ 4 മാർഗങ്ങൾ നമ്മൾ പഠിക്കുകയാണ്, 4 മാർഗങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒന്നാമത്തെ മാർഗം എന്നുള്ളത് സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം നമ്മൾ ഓതുക. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ ഏത് ആവശ്യത്തിന് നമ്മൾ ഓതിയാലും ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പഠിപ്പിച്ചതാണ്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഒരു പ്രാവശ്യം ഓതുക. അതോടൊപ്പം വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്തുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബഉ മാ തത്ലു അശ്ശയാത്തീനു അലാ മുൽക്കി സുലൈമാൻ വമാ കഫറ സുലൈമാൻ വലാകിന്ന അശ്ശയാത്തീന കഫറു യുഅല്ലിമൂന അന്നാസ അസ്സിഹ്ർ വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത വമാറൂത് വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നത്തുൻ ഫലാ തക്ഫുർ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജിഹി വമാ ഹും ബിളാദിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇذനില്ലാഹ് വയതഅല്ലമൂന മാ യദുറുഹും വലാ യൻഫഉഹും വലഖദ് علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون.
സദഖല്ലാഹുൽ അലീം. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ 102-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് 11 പ്രാവശ്യം നമ്മൾ ചൊല്ലുക. അതിനുശേഷം ഈ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യവും സൂറത്തുൽ ഫലക്ക് 1 പ്രാവശ്യവും സൂറത്തുൽ നാസ് 1 പ്രാവശ്യവും ചൊല്ലിയിട്ട് നമ്മുടെ നെഞ്ചത്ത് ഊതിയിട്ട് നമ്മൾ എല്ലാ ദിവസവും കിടന്നുറങ്ങുക എന്നുള്ളതാണ്. സാഹചര്യങ്ങളുടെ സിഹ്ർ ബാത്തിലാകാൻ, ആയിനിങ്ങളുടെ ആയിനിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ ഏറെ പ്രയോജനകരമായ ഒരു മന്ത്രമാണിത്. രണ്ടാമത്തെ ഒരു മന്ത്രം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫീൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ എന്ന സൂറത്തുൽ ഫീൽ അത്ഭുതകരമായ അർത്ഥമുള്ള വലിയ ശത്രുക്കളെ വരെ അള്ളാഹു നശിപ്പിച്ച സംഭവം പറയുന്ന പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫീൽ 169 തവണ നമ്മൾ ഓതുക എന്നുള്ളതാണ്. ഈ ഒരു രണ്ടാമത്തെ മാർഗം നമ്മൾ ചെയ്യേണ്ടത് സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം, സൂറത്തുൽ ഫീൽ 169 പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് 1 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 1 പ്രാവശ്യം ഓതിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്കും അസ്ഹാബുൽ ബദറിന്റെ ഹദറത്തിലേക്കുമാണ് നമ്മൾ ഓതേണ്ടത്. അങ്ങനെ നിയത്താക്കിയിട്ട് ഓതിയിട്ട് നമ്മൾ എല്ലാ ദിവസവും ദുആ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള സിഹറുകളും കണ്ണീറുകളൊക്കെ ബാത്തിലായി കിട്ടാൻ ഏറെ പ്രയോജനകരമായ ഒരു അമലാണ്. നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന ഒരു അമലാണ്. മൂന്നാമത്തെ ഒരു മാർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 3 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക് 42 പ്രാവശ്യം, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 42 പ്രാവശ്യം ഓതിയിട്ട് നമ്മൾ ഒരു എണ്ണക്കുപ്പിയിലേക്ക് മന്ത്രിക്കുക. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നമ്മൾ മന്ത്രിക്കണം. ഫാത്തിഹ ഓതി നമ്മൾ അതിലേക്ക് മന്ത്രിച്ചു. ഇഖ്ലാസ് 3 തവണ ഓതുമ്പോൾ 3 ഊത്ത് വരുന്നു. ഫലക്ക് 42 പ്രാവശ്യം ഓതുമ്പോൾ 42 ഊത്ത് വരും. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 42 പ്രാവശ്യം ഓതുമ്പോൾ 42 ഊത്ത് വരും. ഇങ്ങനെ ഊതിയിട്ട് നമ്മൾ ഒരു എണ്ണക്കുപ്പിയിലേക്ക് ഊതിയിട്ട് ആ എണ്ണക്കുപ്പിയിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ കുളിക്കുക. രണ്ടാമത്തെ ദിവസം അതേ എണ്ണക്കുപ്പിയിലേക്ക് ഇതുപോലെ മന്ത്രിക്കുക. അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്ത് നമ്മൾ ശരീരം മുഴുവൻ തേച്ച് കുളിക്കുക. മൂന്നാമത്തെ ദിവസവും ഇങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ സിഹ്റിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. ഐനിൽ നിന്ന് മറ്റ് പൈശാചികമായ ഷറുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ ലഭിക്കാൻ അത് കാരണമാണ് എന്ന് നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുകയാണ്. നാലാമത്തെ ഒരു മാർഗം എന്നുള്ളത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹ 1 പ്രാവശ്യം ഓതുക, ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم صدق الله العظيم. ഈ ഒരു ആയത്തുൽ കുർസി വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകളുടെ ലീഡർഷിപ്പ് അല്ലാഹു നൽകിയ അത്ഭുതകരമായ ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതുക. സൂറത്തുൽ ഫാത്തിഹ 1, ആയത്തുൽ കുർസി 7, ഖുൽ ഹുവല്ലാഹു അഹദ് 3, ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്ക്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓരോ തവണ ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ട് ആ വെള്ളം കുടിക്കുക. എല്ലാ ദിവസവും ഇതുപോലെ ചെയ്യുക എന്നുള്ളതാണ് നാലാമത്തെ മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറും എല്ലാ ശർറും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ്. ഒരാൾ നമുക്ക് സിഹർ ചെയ്താൽ ആ സിഹർ സംഭവിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ആ സിഹർ സംഭവിക്കാതിരിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. ആ സംഭവിച്ച സിഹർ നീങ്ങിപ്പോകുന്നതും നീങ്ങിപ്പോകാതിരിക്കുന്നതും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ റബ്ബിൻ്റെ സഹായം നമ്മൾ ചോദിക്കുക, തേടുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു 4 മാർഗമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാർഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗമെങ്കിലും സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ
ശരീരത്തെ, നമ്മുടെ സമ്പത്തിനെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മനസ്സിനെ രക്ഷപ്പെടുത്താൻ, സിഹറിൽ നിന്നും ഐനിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം സിഹിർ എന്നുള്ളത് വളരെ ഗൗരവമുള്ളൊരു പാപമാണ്. വൻ പാപങ്ങളിൽപ്പെട്ടതാണ് സിഹിർ. മറ്റുള്ള പാപങ്ങളെ പോലെയല്ലല്ലോ. നമ്മൾ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം. ഒരാൾക്ക് നമ്മൾ സിഹിർ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾക്ക് സിഹിർ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു മന്ത്രവാദിയെ നമ്മൾ സമീപിച്ച് നമ്മൾ സിഹിർ ചെയ്ത് കഴിഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം നമ്മൾ പൊറുക്കലിന് ചോദിച്ചാൽ, നമുക്ക് കുറ്റബോധം വന്ന് മരണത്തിന് മുമ്പ് നമ്മൾ തൗബ ചെയ്യുമ്പോൾ അള്ളാഹുവോട് മാത്രം പൊറുക്കലിന് ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നീ ആർക്കാണോ സിഹിർ ചെയ്തത് അവനോട് പറയണം, എടാ ഞാൻ നിനക്ക് സിഹിർ ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് മാപ്പാക്കണേ എന്ന് പറയണം. എത്ര വലിയ വഷളത്തരമാണത്! അങ്ങനെ ചെയ്താലേ ഇവന്റെ ഈ ഒരു പാപം അള്ളാഹു പുറത്തു കൊടുക്കുകയുള്ളൂ. അപ്പം എത്രത്തോളം ഗൗരവമുള്ളതാണ്! പരലോകം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പരിപാടിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാഹചര്യങ്ങളുടെ സിഹറിൽ നിന്നും ആയിനിങ്ങളുടെ ഐനിൽ നിന്നും അള്ളാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. അങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളിലേക്ക്, സിഹിർ ചെയ്യുന്ന ചിന്തകളിലേക്ക്, സ്വഭാവങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതിൽ നിന്ന് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.